Next theorem 6.1. If two lines intersect each other, then the vertically opposite angles are equal. നമുക്ക് vertically opposite angles എന്താണെന്നറിയാം അല്ലേ? രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസിനെ എന്ത് പറയും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏതാ? ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. എന്തായിരുന്നു പ്രൂഫ്? തിയറം എന്തായിരുന്നു? രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതാണ് തിയറം. അപ്പം നമുക്കിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ഒ ഡി ആംഗിൾ എ ഒ ഡിയും ആംഗിൾ സി ഒ ബിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എ ഒ ഡിയും സി ഒ ഡിയും അതേപോലെ എ ഒ സിയും ഡി ഒ ബിയും ഈക്വൽ ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമ്മൾ ആക്സിയം 6.1ഉം 6.2 എന്തായിരുന്നു? ഫസ്റ്റ് ആക്സിയം എന്തായിരുന്നു? ഒരു ലൈനിൽ ഒരു റേ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു റേ വന്ന് സ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ ലൈൻ നമുക്ക് എ ഒ ബി ആയിട്ട് കൊടുക്കാം. റേ ഏതാ? ഒ സി. അപ്പോൾ ഇത് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ രണ്ട് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ആക്സിയം വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഒ എ എന്ന് പറയുന്ന റേ കൺസിഡർ ചെയ്തേ. അപ്പോൾ ഒ എ എന്ന് പറയുന്ന റേ ഏത് ലൈനിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? സി ഡി എന്ന് പറയുന്ന ലൈനിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ രണ്ട് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ എ ഒ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി ഒ ഡി എന്ന് പറയുന്ന റേ നോക്കിക്കേ, അത് ഏത് ലൈനിലാണ് വന്ന് സ്റ്റാൻഡ് ചെയ്യുന്നത്? എ ബി എന്ന് പറയുന്ന ലൈനിൽ സ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ഒ ഡി ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ഡി ഒ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ രണ്ട് ഇക്വേഷനിലും നോക്കിക്കേ, ആർ എച്ച് എസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ രണ്ട് ഇക്വേഷൻ്റെ ആർ എച്ച് എസ് ഈക്വൽ ആണെങ്കിൽ അവിടുത്തെ എൽ എച്ച് എസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ എ ഒ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ഡി ഒ ബി. ഇനി നോക്കി, നമുക്ക് യൂക്ലിഡ്സിൻ്റെ ചാപ്റ്ററിൽ നമ്മളൊരു ആക്സിയം 3 പഠിച്ചായിരുന്നു. ഏതായിരുന്നു? ഇഫ് ഈക്വൽസ് ആർ സബ്ട്രാക്റ്റഡ് ദ റിമൈൻഡേഴ്സ് ആർ ഈക്വൽസ്. അപ്പോൾ നോക്കിക്കേ, എ ഒ ഡി എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ റിമൈൻഡേഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ഒ സി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ആംഗിൾ ഡി ഒ ബി എന്ന് കിട്ടി. ഏത് ആംഗിൾസാണ്? രണ്ട്, ഈ എ ഒ സിയും ഡി ഒ ബിയും ഈക്വൽ ആണ് കിട്ടി. അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. സിമിലർലി നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ രീതിയിൽ എ ഒ ഡി ഈസ് ഈക്വൽ ടു സി ഒ ബി എന്ന് പ്രൂവ് ചെയ്യാം. ക്ലിയർ ആയോ പ്രൂഫ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈൻസ് പി ക്യു ആൻഡ് ആർ എസ് ഇൻ്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിന്റ് ഒ. If angle POR is to angle ROQ is equal to 5:7, find all the angles. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മെത്തേഡ് ഉണ്ട്, അത് പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു മെത്തേഡ് പഠിപ്പിക്കാം. നോക്കിക്കേ, ഇവിടെ ഏതാ? ആംഗിൾ PORഉം ആംഗിൾ PORഉം ROQവിൻ്റെ റേഷ്യോ തന്നിട്ടുള്ളത്. ഇത് രണ്ടും ഏത് ആംഗിൾസാ? ലീനിയർ പെയർസ് ആണ് അല്ലേ? ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണല്ലേ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ സം എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ആംഗിൾ POR പ്ലസ് ആംഗിൾ ROQ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഇതിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ആംഗിൾ PORഉം ആംഗിൾ ROQവും തമ്മിലുള്ള റേഷ്യോ 5:7 ആണ്. അപ്പോൾ നമ്മൾ റേഷ്യോ ഇല്ല, അപ്പോൾ നമുക്ക് അതിനെ 5x ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ POR ഏതായിട്ട് എഴുതി? 5x പ്ലസ് ROQ ഏതായിട്ട് എഴുതി? 7x. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 ഡിഗ്രി. 5xഉം 7xഉം ആഡ് ചെയ്യുമ്പോൾ 12x. 12x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടും. x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 180 ഡിഗ്രി ബൈ 12.
അപ്പോൾ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 ന്യൂമറേറ്റർ 30, അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും. എച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 15 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കിക്കേ, പി ഒ ആർ അല്ലേ? പി ഒ ആർ എന്ന് പറയുന്നത് എന്താ? 5x. എക്സ് 15 ആണെങ്കിൽ പി ഒ ആർ എന്താ? 5 ഇൻറ്റു എക്സ്. 5 ഇൻറ്റു 15 എന്താണ്? 75 ഡിഗ്രി. ഇനി ആർ ഒ ക്യു എന്ന് പറയുന്നത് എന്തായിരുന്നു? 7x അല്ലേ? അപ്പോൾ 7 ഇൻറ്റു 15. 7 ഇൻറ്റു 15 എത്ര എഴുതും? 105. അപ്പോൾ നമുക്ക് കിട്ടിയോ? പി ഒ ആർ എത്രയെന്ന് കിട്ടി? 75 ആണ് കിട്ടി. ആർ ഒ ക്യു എന്ന് പറയുന്നത് എന്താണ് കിട്ടി? 105 ആയിട്ട് കിട്ടി. ഇനി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ്? ഈക്വൽ ആണ് അല്ലേ? അപ്പം പി ഒ ആറിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? എസ് ഒ ക്യു. അപ്പോൾ പി ഒ ആറും എസ് ഒ ക്യുവും ഈക്വൽ ആണ്. അതെന്തായിട്ട് കിട്ടി? 75 ഡിഗ്രി ആയിട്ട് കിട്ടി. അതുപോലെ വേറെ ഏത് ആംഗിൾസാണ് വരുന്നത്? പി ഒ എസും ആർ ഒ ക്യുവും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് ഈക്വൽ ആണ്. അപ്പോൾ അവിടെ എന്ത് കിട്ടി? 105 എന്ന് കിട്ടി. നമുക്ക് 4 ആംഗിൾസ് കിട്ടി. മനസ്സിലായോ ഈ മെത്തേഡ്? എങ്ങനെയാണ് പഠിച്ചത്? ആംഗിൾ പി ഒ ആറും ആംഗിൾ ആർ ഒ ക്യുവിൻ്റെയും സം എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 5:7 ആണ് റേഷ്യോ. അപ്പോൾ നമ്മൾ എങ്ങനെയായിട്ട് എഴുതി? 5x പ്ലസ് 7x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 5xും 7xും ആഡ് ചെയ്യുമ്പോൾ 12x. 12x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. therefore x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 12 ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പോൾ 5x അല്ലേ പി ഒ ആർ? അപ്പോൾ 5 ഇൻറ്റു 15 75. ആർ ഒ ക്യു എന്ന് പറയുന്നത് എന്താണ്? 7x അല്ലേ? അപ്പോൾ 7 ഇൻറ്റു 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 105 ഡിഗ്രി. മനസ്സിലായോ ഈ പ്രോബ്ലം? കൂടെ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഈ വീഡിയോ കേട്ടിട്ട് ഈ ആംഗിൾസ് കുറേ വരും, അപ്പോൾ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇരിക്കില്ല. ആദ്യം ഒരു നോട്ടീസ് പേപ്പറിലോ നിങ്ങളുടെ റഫ് ബുക്കിലോ ക്വസ്റ്റ്യൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും.